കൊച്ചിയിൽ NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ. തൃക്കാക്കര KMM കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത 70 വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. NCC ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായിരിക്കുന്നത്. ഏകദേശം 500ഓളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ ക്യാമ്പ് നിർത്തിവെച്ചിട്ടുണ്ട്. രക്ഷിതാക്കളുടെ പ്രതിഷേധം ഈ ക്യാമ്പ് നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. നിലവിൽ ക്യാമ്പ് അവസാനിപ്പിച്ചു എന്നാണ് ACP നൽകുന്ന വിവരം. 70ഓളം വിദ്യാർത്ഥികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ക്യാമ്പിനെ തുടർന്ന് കുട്ടികൾക്ക് അധികൃതരിൽ നിന്നും ക്രൂരമായ പീഡനമുണ്ടായി എന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് അവിടെ ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ പങ്കുവച്ചത്. അഞ്ജലി ശ്രീജിത രാജൻ ചേരുന്നുണ്ട്. അഞ്ജലി, ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണ്? അവിടെ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ 30 കുട്ടികളെയായിരുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. പിന്നീട് വീണ്ടും കുട്ടികൾ, അതായത് ഈ കോളേജിൽ നിന്നും പിൻവശത്തു നിന്നും കുട്ടികളെ ആംബുലൻസിൽ വീണ്ടും ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ ഏകദേശം 70-ലധികം കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടാതെ മറ്റു കുട്ടികളെ ഇന്ന് ഉച്ച മുതലായിരുന്നു ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടായത്. ഇപ്പോൾ നമ്മളുള്ളത് ഈ തൃക്കാക്കര KMM കോളേജിൻ്റെ അടുക്കളയിൽ, അതായത് ക്യാൻറ്റീനിലാണ്. ഭക്ഷണം പാചകം ചെയ്ത സ്ഥലത്താണ്. ഇവിടെയാണ് ഭക്ഷണം പാചകം ചെയ്തതെന്നറിയുന്നത്. ഇവിടെ അതായത് ഈ ഇത്തരത്തിലുള്ള ഭക്ഷണമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയത്. ഈ മുട്ട ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ കൊണ്ടുള്ള ഭക്ഷണവും മറ്റ് സാമ്പാർ, പുളിശ്ശേരി തുടങ്ങിയവയാണ് നൽകിയത്. കൂടാതെ നേരത്തെ ഒരു വിദ്യാർത്ഥി വ്യക്തമാക്കിയത്, അതായത് ഈ മോരിൽ ഇഞ്ചിയിട്ടുള്ള ഒരു സംഭാരം പോലെയുള്ള ഭക്ഷണവും പാനീയവും കുടിക്കാൻ നൽകിയെന്നൊക്കെ വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ കൂടാതെ ഇവർക്ക് ഭക്ഷണം പാകം ചെയ്തതിൽ ഇറച്ചി വെന്തില്ല എന്നുള്ള പരാതികളും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. ഇത് ഇവർ വ്യക്തമാക്കിയതാണ്, ഇവിടെയുള്ള അധികാരികളോട് ഇത് പറഞ്ഞതാണ്. പക്ഷേ ഇതിലൊന്നും ഒരു ഫലം ഉണ്ടായില്ല. പിറ്റേ ദിവസം ഉണ്ടായ ഭക്ഷണത്തിൽ ഇത്തരത്തിലുള്ള പാചകം ശരിയായ വിധത്തിൽ ഉണ്ടാവാത്തതിൻ്റെ പ്രശ്നമുണ്ടായി എന്നും വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുൻവശം, അതായത് പെൺകുട്ടികളെ താമസിപ്പിച്ച കോളേജിൻ്റെ മുൻവശത്ത് ഇവിടെ ഇപ്പോൾ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. അതായത് കൂടുതൽ ആളുകൾ ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ഒഫീഷ്യൽസ് എത്തിക്കൊണ്ട് ഗേറ്റ് അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് കടക്കുമോ എന്നത് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കാരണം ഇപ്പോൾ പോലീസ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി കൂടുതൽ ആളുകൾ, അതായത് ഗേറ്റ് നേരത്തെ മുൻവശത്തെ ഗേറ്റ് തല്ലി തുറന്നാണ്, തകർത്തുകൊണ്ടാണ് ഉള്ളിലേക്ക് രക്ഷിതാക്കൾ അടക്കമുള്ളവർ, അതായത് അവരുടെ ഭയം നമുക്കറിയാം. കുട്ടികൾ ആരൊക്കെയാണ്, തങ്ങളുടെ മക്കളുണ്ടോ എന്നുള്ള ആശങ്കയായിരുന്നു രക്ഷിതാക്കൾക്കുണ്ടായിരുന്നത്. തുടർന്ന് ഇവർ ഗേറ്റ് തകർത്തായിരുന്നു ഉള്ളിലേക്ക് എത്തിയത്. ഇപ്പോൾ ഇവിടെ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്കാണ് കടക്കുന്നത്. ഇപ്പോൾ പെൺകുട്ടികൾ താമസിച്ച ഹോസ്റ്റലിൻ്റെ, അതായത് ഈ കോളേജിൻ്റെ പരിസരത്താണ് ഈ ആളുകളെല്ലാം തടിച്ചുകൂടിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആരെയും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. പോലീസ് എത്തി ഗേറ്റ് അടച്ചു. കൂടാതെ ആർമി ഓഫീഷ്യൽസും ഇത്തരത്തിൽ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വലിയ രീതി, അതായത് ആശങ്കയും അതായത് കുട്ടികൾ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. അതിനാൽ തന്നെ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണോ, മറ്റു കുട്ടികൾ എപ്പോഴും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വേവലാതികളാണ് ഇവിടെ രക്ഷിതാക്കൾ പങ്കുവെക്കുന്നത്. കൂടാതെ സമീപത്തുള്ള ആളുകളും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവർ വ്യക്തമാക്കുന്നത്, അതായത് ഇന്നലെ മുതൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് പുറത്തറിഞ്ഞത്. പക്ഷേ ചിലർ വ്യക്തമാക്കുന്നത് ഇവിടെയുള്ള ആളുകൾ, അതായത് കോളേജ് അധികൃതർ എവിടെയാണ് മെഡിക്കൽ സെൻറ്റർ ഉള്ളത്, ഹെൽത്ത് സെൻറ്റർ ഉള്ളതെന്നൊക്കെ അടുത്തുള്ള ആളുകളോട് ചോദിച്ചു എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ ഒരു സംഘർഷ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ തൃക്കാക്കര സാറേ